ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓണപരീക്ഷ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളൊന്ന് നേരിട്ട് കാണുന്നത്. എല്ലാവരും ഗംഭീരമായിട്ട് അടുത്ത് വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണ് എന്നാണ് എന്റെ വിശ്വാസം. അടിപൊളിയായി തന്നെ പഠിക്കുക. സോ ക്രിസ്മസ് എക്സാമിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും വെയിറ്റേജിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഈ ലോസ് ഓഫ് മോഷനിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ കൂടി പോവുകയാണ്. സോ ആദ്യം ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള വലിയ ചോദ്യമാണ്, എത്ര മാർക്കിലാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വരിക? നമ്മുടെ ബോർഡ് എക്സാമിന്, പബ്ലിക് എക്സാമിന്, മാർച്ച് മാസം നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് 8 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിനുള്ളത്. സോ അത്രയും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. പാസ് മാർക്കിന്റെ പകുതിയോളം മാർക്ക് നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഉറപ്പിക്കാൻ സാധിക്കും. ഇനി ക്രിസ്മസ് എക്സാമിന് എത്ര മാർക്കിന് ചോദ്യം വരുന്നു ചോദിക്കും പല കുട്ടികളും. മക്കളെ, ക്രിസ്മസ് എക്സാമിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ചാപ്റ്റേഴ്സിന് എണ്ണം കുറവാണ്, ബോർഡ് എക്സാമിനേക്കാളും കുറവാണ്. ഏകദേശം 90% സിലബസ് ആണ് ക്രിസ്മസ് എക്സാമിനുള്ളത്. സോ അവിടെ ഓൾമോസ്റ്റ് നമ്മുടെ തെർമോഡൈനമിക്സ് വരെയാണ് പരീക്ഷകളിൽ ചോദിക്കാറുള്ളത്. സോ അതിനാൽ തന്നെ 10 മാർക്കിൽ കൂടുതൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ലോസ് ഓഫ് മോഷനിൽ നിന്നും മാത്രം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. സോ കൃത്യമായിട്ട് എല്ലാ ഡെറിവേഷൻസും എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ എല്ലാവരും തറവാക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുക. ഇതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുമടച്ചു പറയും. ബാങ്കിങ് ഓഫ് റോഡ്, അതുപോലെ തന്നെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, F=ma ഡിറൈവ് ചെയ്യാൻ പറയും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദ്യ പേപ്പറിൽ കാണാറുള്ളത്. പക്ഷെ അതുമാത്രം പഠിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ക്രിസ്മസ് പരീക്ഷയിൽ മികച്ച മാർക്ക് നേടാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. സ്ഥിരമായിട്ട് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന് അപ്പുറം എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇനി വരാനിരിക്കുന്ന ചോദ്യ പേപ്പറിൽ കാണാൻ പോകുന്നത് എന്നതിനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കാൻ പോവുകയാണ്. അത് 2024 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു കിടിലൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ഥിരമായി കണ്ടുവരുന്ന റിപ്പീറ്റഡ് ആയ PYQസിലുള്ള ഒരു ചോദ്യമല്ല. ഇത് 2024 ക്രിസ്മസിൽ മാത്രം ചോദിച്ചൊരു ചോദ്യമാണ്. അതും ഒരു കിടിലൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ. നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് നോക്കാടാ മക്കളെ. ആൻ എയർക്രാഫ്റ്റ് execute a horizontal loop at a speed of 720 km/h with its wings banked 15 degrees. What is the radius of the loop? ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ്. സാധാരണഗതിയിൽ ബാങ്കിങ് ഓഫ് റോഡ് ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് കാറിന്റെ ഒക്കെ ബാങ്കിങ് ആണല്ലേ, നമ്മുടെ സാധാരണ റോഡിലുള്ള ബാങ്കിങ് ആണ്. പക്ഷെ ഇത് റോഡിലുള്ള ബാങ്കിങ് ആണോ പറയുന്നതല്ല, എയർക്രാഫ്റ്റിന്റെ ബാങ്കിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അഥവാ എയറിൽ ഒരു വിമാനം ബാങ്ക് ചെയ്യപ്പെടുകയാണ് 50 ഡിഗ്രിയിൽ. സോ അവിടെ റേഡിയസ് ഓഫ് ദ ലൂപ്പ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? നമുക്ക് അതിലോട്ട് കടന്നാലോ? നമുക്ക് കണ്ടുപിടിക്കാം. വളരെ ലളിതമായ ചോദ്യമാണ്. നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പ്രൊസീഡ് ചെയ്യേണ്ട ചോദ്യമാണ്, സ്ഥിരമായി വരുന്ന ചോദ്യമല്ല. ശ്രദ്ധിക്കണം. സോ ഇത്തരം ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസ് ഒന്ന് ഇരിക്കാം. എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ സ്പീഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. സോ v = 720 km/h. അത് ആക്ച്വലി എന്ത് സ്പീഡാണ്? കാരണം ബാങ്കിങ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ 2 സ്പീഡ് വരും. ഒന്നാമത്തെ ഒപ്റ്റിമം സ്പീഡും രണ്ടാമത്തെ മാക്സിമം പെർമിസിബിൾ സ്പീഡും. ഈ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ കേസിൽ ഫ്രിക്ഷൻ വരുന്നുണ്ട്. ഒപ്റ്റിമം സ്പീഡിൽ ഫ്രിക്ഷൻ നമ്മൾ ഒഴിവാക്കുന്നു. സിമിലർ വേ ഇവിടെ എയറിൽ ഈ വിമാനത്തിന്റെ ബാങ്കിങ്ങിനെ പറ്റിയല്ലേ പറയുന്നത്. സോ ഹിയർ ദ ഫ്രിക്ഷൻ ഈസ് ഇറലവന്റ്. സോ അതിനാൽ തന്നെ ഫ്രിക്ഷനെ പറ്റി നിങ്ങൾ ബോധർ ചെയ്യേണ്ട. സോ ഇവിടെ നൽകിയിരിക്കുന്ന സ്പീഡ് എന്താണ് മക്കളെ? അത് ഒപ്റ്റിമം സ്പീഡാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, ഇറ്റ് ഈസ് ഒപ്റ്റിമം സ്പീഡ്. സോ ഒപ്റ്റിമം സ്പീഡ് എത്രയാണ്? 720 km/h. അടുത്തത് ആംഗിൾ ഓഫ് ബാങ്കിങ് നമുക്ക് നൽകിയിട്ട് തീറ്റ എത്രയാണ്? 15 ഡിഗ്രി. കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. പ്രൊസീഡ് ചെയ്താലോ? പ്രൊസീഡ് ചെയ്യാം. അതിനു മുമ്പ് അടുത്ത വലിയൊരു ടാസ്ക് നിങ്ങളിൽ പലരും നേരിടാൻ പോകുന്നത് km/h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയോ? ഒരിക്കലും പോരാ, നമുക്ക് m/s മാറ്റണം. ഞാൻ v ഒപ്റ്റിമത്തിന് സിംപ്ലി v എന്ന് കൊടുക്കുവാണ്. സോ v എത്രയാണ്? 720 km/h അല്ലേ? m/s മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കണം. എത്ര തവണയാടാ പോവുക? 4 തവണ. സോ 40 × 5 എന്ന് പറഞ്ഞാൽ 200 ആണ്. സോ 200 m/s. യെസ്, ഇറ്റ് ഈസ് 200 m/s. നമുക്ക് ഒപ്റ്റിമം സ്പീഡ് കിട്ടി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? v √rg tan θ. ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ അറിയാലോ. v √rg tan θ. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യട്ടെ. അപ്പൊ v² rg tan θ എന്ന് വരും. നമുക്ക് റേഡിയസ് അല്ലേ. സോ r = v² g tan θ എന്ന് കിട്ടും. v² g tan θ ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ശ്രദ്ധിക്കടാ മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കടാ. സോ r = v². v എത്രയാണ്? 200. അപ്പൊ 200ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ g നമുക്ക് 10 ആയിട്ട് കൊടുക്കാവേ. 10 × tan θ, tan 15 ഡിഗ്രി. മക്കളെ, നമുക്കിവിടെ ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുത്തിരിക്കുന്നത്. അങ്ങനെ ജിയുടെ വാല്യൂ 10 എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും g = 10 m/s² എന്ന് എഴുതണം. കാരണം
നമുക്കറിയാം ജിയുടെ എക്സാക്ട് വാല്യൂ എന്ന് വെച്ചാൽ 9.8 ആണ്. നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ ഏറ്റവും കൺവീനിയൻസിന് വേണ്ടി 10 എന്ന് റീപ്ലേസ് ചെയ്താലും വലിയ തെറ്റില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഒന്ന് എഴുതി വെക്കുക. 9.8 ആണെങ്കിൽ മറ്റൊന്നും എഴുതണ്ട, നേരിട്ട് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ബാക്കി നോക്കിയാലോ മക്കളെ, സിമ്പിൾ അല്ലടാ. സോ ആർ ഈസ് ഈക്വൽ ടു 200ന്റെ സ്ക്വയർ എത്രയാണ്? 40,000 ആണ്. സോ 40,000 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു tan 15 ഡിഗ്രി. ഒന്ന് നിങ്ങളെയൊക്കെ മനസ്സിലാക്കണടാ. tan 15 ഡിഗ്രി ഈക്വൽ ടു 0.267 ആണ് നമ്മുടെ ഉത്തരം കേട്ടോ. 0.267 ആണ്. കാൽക്കുലേറ്റർ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടും. tan 15 ഡിഗ്രിയിൽ തന്നെ എഴുതണം, റേഡിയനിൽ കിട്ടിയിട്ട് കാര്യമില്ല കേട്ടോ. ഓക്കെ, സോ അത് ഞാൻ റീപ്ലേസ് ചെയ്യുവാണേ. 0.267. സോ നോക്കടാ മക്കളെ, ഏതാ 10ഉം ഈ പറയുന്ന 40,000 ഒരു 0 തമ്മിൽ ക്യാൻസൽ ചെയ്തു. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ദ ലൂപ്പ് ഈക്വൽ ടു 14,981.27 മീറ്റർ എന്നാണ് കിട്ടുക. അപ്രോക്സിമേറ്റ്ലി 15 കിലോമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതാണ് റൈറ്റ് ആൻസർ. സോ ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്ന ചോദ്യമല്ല, നമുക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യമല്ല. സോ ഈ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനിയും ഇനി വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിനും ബോർഡ് എക്സാമിനും വരാൻ സാധ്യതയുണ്ട്. സോ പുതിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പഠിക്കുക, കോൺസെപ്റ്റ് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുക. കാരണം റോഡിൽ നടക്കുന്ന ബാങ്കിങ് പഠിച്ചൊരു കുട്ടിക്ക് എയർക്രാഫ്റ്റിന്റെ ബാങ്കിങ് വന്നാലും ഉത്തരം എഴുതാൻ അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്തിരിക്കണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അല്ല സാറേ എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ച് ഇത് നടപ്പില്ല, എനിക്കൊരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം, ഇത്തരം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എങ്കിലേ ഞാൻ ഉത്തരം എഴുതത്തുള്ളൂ എന്ന് തോന്നുകയാണെങ്കിൽ മറ്റൊന്നും ആലോചിക്കാതെ സൈലത്തിന്റെ അഗ്നി ബാച്ചിലോട്ട് വരിക. വിദ്യാരംഭം പ്രമാണിച്ച് 15% ഓഫറാണ് ടോട്ടൽ ഫീസ് സ്ട്രക്ചറിനകത്ത് സൈലം നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. സോ ഈ ഒരു അവസരം അങ്ങ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക, എല്ലാവരും അഗ്നി ബാച്ചിലോട്ട് വരിക. 15% ടോട്ടൽ ഫീസ് സ്ട്രക്ചറിനകത്ത് നിങ്ങൾക്ക് റിഡക്ഷൻ ഉണ്ട്. ഒരിക്കലും ഇത് മിസ്സാക്കരുത്. നമുക്ക് അവിടെ ഡെയിലി ലൈവ് ക്ലാസ്സുകളും PYQസിന്റെ പ്രാക്ടീസും കൃത്യമായ NCERT ക്വസ്റ്റ്യൻസും എക്സാംസും എല്ലാം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ, 9954000800 എന്ന് പറയുന്ന നമ്പർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഗംഭീരമായിട്ട് പഠിക്കുക. സോ ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ക്വസ്റ്റിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ അറിയിക്കുക. ഉഷാറാക്കുക കേട്ടോ.